സഭാപ്രസംഗകൻ രണ്ടാം അധ്യായവുമായി ബന്ധപ്പെട്ട 47 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. സഭാപ്രസംഗകൻ സുഖഭോഗങ്ങളെക്കുറിച്ച് പരീക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ ആദ്യം പറഞ്ഞതെന്ത്? ഉത്തരം: സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും. ചോദ്യം 2. സുഖഭോഗങ്ങളെ പരീക്ഷിച്ച ശേഷം സഭാപ്രസംഗകൻ അവയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? ഉത്തരം: ഇതും മിഥ്യ തന്നെ. ചോദ്യം 3. ചിരിയെക്കുറിച്ച് സഭാപ്രസംഗകൻ നടത്തിയ വിലയിരുത്തൽ എന്ത്? ഉത്തരം: ചിരി ഭ്രാന്താണ്. ചോദ്യം 4. സുഖഭോഗങ്ങളെക്കുറിച്ചുള്ള സഭാപ്രസംഗകന്റെ നിഗമനം എന്ത്? ഉത്തരം: അവ നിഷ്ഫലമാണ്. ചോദ്യം 5. ശരീരത്തെ എന്തുകൊണ്ട് ആഹ്ലാദിപ്പിക്കാനാണ് സഭാപ്രസംഗകൻ നോക്കിയത്? ഉത്തരം: വീഞ്ഞുകൊണ്ട്. ചോദ്യം 6. വീഞ്ഞുകൊണ്ട് ശരീരത്തെ ആഹ്ലാദിപ്പിക്കുമ്പോഴും സഭാപ്രസംഗകൻ എന്തിൽ നിന്നകന്നില്ല? ഉത്തരം: ജ്ഞാനത്തിൽ നിന്ന്. ചോദ്യം 7. ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ മനുഷ്യൻ ചെയ്യേണ്ടതെന്തെന്നറിയാൻ സഭാപ്രസംഗകൻ എന്തിനെ ആശ്ലേഷിച്ചു? ഉത്തരം: ഭോഷത്വത്തെ. ചോദ്യം 8. താഴെ പറയുന്നതിൽ ഏതാണ് സഭാപ്രസംഗകൻ ചെയ്ത വലിയ കാര്യങ്ങളിൽ പെടാത്തത്? ഉത്തരം: ദേവാലയം പണിതു. ചോദ്യം 9. സഭാപ്രസംഗകൻ മാളികകൾ പണിതത് ആർക്കു വേണ്ടിയായിരുന്നു? ഉത്തരം: തനിക്കു വേണ്ടി. ചോദ്യം 10. സഭാപ്രസംഗകൻ നട്ടുപിടിപ്പിച്ച തോട്ടങ്ങളിൽ പ്രത്യേകമായി പരാമർശിക്കുന്നത് ഏത്? ഉത്തരം: മുന്തിരിത്തോട്ടങ്ങൾ. ചോദ്യം 11. ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കിയ ശേഷം അവയിൽ എന്താണ് സഭാപ്രസംഗകൻ നട്ടത്? ഉത്തരം: എല്ലാത്തരം ഫലവൃക്ഷങ്ങളും. ചോദ്യം 12. തോട്ടം നനയ്ക്കുന്നതിനായി സഭാപ്രസംഗകൻ എന്താണ് ചെയ്തത്? ഉത്തരം: കുളങ്ങൾ കുഴിച്ചു. ചോദ്യം 13. ജെറുസലേമിലെ മുൻഗാമികളെ അപേക്ഷിച്ച് സഭാപ്രസംഗകൻ ഉണ്ടായിരുന്ന സമ്പത്ത് ഏത്? ഉത്തരം: അധികം ആടുമാടുകൾ. ചോദ്യം 14. താഴെ പറയുന്നതിൽ ഏതാണ് സഭാപ്രസംഗകൻ സ്വന്തമാക്കിയ ധനത്തിന്റെ ഭാഗമായി വചനത്തിൽ പറയാത്തത്? ഉത്തരം: രത്നങ്ങൾ. ചോദ്യം 15. സ്വർണത്തിനും വെള്ളിക്കും പുറമേ അവൻ സ്വന്തമാക്കിയതായി പറയുന്നത് എന്ത്? ഉത്തരം: രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനം. ചോദ്യം 16. സഭാപ്രസംഗകന് എത്ര ഗായകരും ഗായികമാരും ഉണ്ടായിരുന്നതായാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്? ഉത്തരം: അനേകം ഗായകരും ഗായികമാരും. ചോദ്യം 17. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്ത് ഞാൻ സമ്പാദിച്ചുവെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം: എല്ലാ സുഖഭോഗങ്ങളും. ചോദ്യം 18. ജെറുസലേമിലെ മുൻഗാമികളെക്കാൾ സഭാപ്രസംഗകൻ എങ്ങനെയായി തീർന്നു? ഉത്തരം: ഉന്നതനും മഹാനുമായി തീർന്നു. ചോദ്യം 19. മഹാനായി തീർന്നിട്ടും സഭാപ്രസംഗകൻ എന്തിൽ നിന്ന് അകന്നു പോയില്ല? ഉത്തരം: ജ്ഞാനത്തിൽ നിന്ന്. ചോദ്യം 20. സഭാപ്രസംഗകന്റെ നയനങ്ങൾ അഭിലഷിച്ചതിനോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നു? ഉത്തരം: ഒന്നും നിഷേധിച്ചില്ല. ചോദ്യം 21. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല എന്ന പ്രസ്താവന ഏതു വാക്യത്തിലാണ്? ഉത്തരം: സഭാപ്രസംഗകൻ 2:10. ചോദ്യം 22. തന്റെ പ്രയത്നങ്ങളിലെല്ലാം ഹൃദയം സന്തോഷിച്ചതിനെ സഭാപ്രസംഗകൻ എന്തായിട്ടാണ് പരിഗണിച്ചത്? ഉത്തരം: തന്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം. ചോദ്യം 23. താൻ ഉണ്ടാക്കിയവയെയും അവയ്ക്ക് വേണ്ടി ചെയ്ത അധ്വാനത്തെയും നിരൂപിച്ചപ്പോൾ സഭാപ്രസംഗകന്റെ അന്തിമ വിലയിരുത്തൽ എന്തായിരുന്നു? ഉത്തരം: എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. ചോദ്യം 24. സഭാപ്രസംഗകൻ വിവേചിച്ചു കാണാൻ തുടങ്ങിയ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ജ്ഞാനം, ഉന്മത്തത, ഭോഷത്വം. ചോദ്യം 25. രാജാവിന്റെ പിൻഗാമിക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന ചോദ്യത്തിന് ശേഷം പറയുന്ന ആശയം എന്ത്?
ഉത്തരം അവൻ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുക. ചോദ്യം 26. ജ്ഞാനം ഭോഷത്വത്തെ എങ്ങനെ അതിശയിക്കുന്നുവെന്നാണ് സഭാപ്രസംഗകൻ വ്യക്തമാക്കുന്നത്? ഉത്തരം പ്രകാശം അന്ധകാരത്തെ പോലെ. ചോദ്യം 27. ജ്ഞാനിക്കുള്ള പ്രത്യേക കഴിവായി പറയുന്നത് എന്താണ്? ഉത്തരം കാണാൻ കണ്ണുണ്ട്. ചോദ്യം 28. ഭോഷൻ എവിടെയാണ് നടക്കുന്നത്? ഉത്തരം ഇരുട്ടിൽ. ചോദ്യം 29. ജ്ഞാനിക്കും ഭോഷനും വ്യത്യാസമുണ്ടെങ്കിലും ഇരുവർക്കും ഒരേപോലെയുള്ളത് എന്താണ്? ഉത്തരം ഗതി. ചോദ്യം 30. ഞാൻ എന്തിന് ജ്ഞാനിയായിരിക്കണം എന്ന ചിന്തയ്ക്ക് കാരണമായതെന്ത്? ഉത്തരം ഭോഷന്റെയും തന്റെയും ഗതി ഒന്നെന്ന തിരിച്ചറിവ്. ചോദ്യം 31. ഭോഷനെ പോലെ ജ്ഞാനിക്കും എന്ത് ലഭിക്കുകയില്ലെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ശാശ്വത സ്മരണ. ചോദ്യം 32. ഭാവിയിൽ ജ്ഞാനിയും ഭോഷനും എന്താണ് സംഭവിക്കുക? ഉത്തരം എല്ലാവരും വിസ്മൃതരാകും. ചോദ്യം 33. പൂരിപ്പിക്കുക. ഭോഷനും ജ്ഞാനിയും ഒന്നുപോലെ ഡാഷ്. ഉത്തരം മരിക്കുന്നു. ചോദ്യം 34. സൂര്യന് കീഴേ സംഭവിക്കുന്ന സമസ്ത കാര്യവും വേദനാജനകമായതുകൊണ്ട് സഭാപ്രസംഗകൻ എന്താണ് ചെയ്തത്? ഉത്തരം ജീവിതം വെറുത്തു. ചോദ്യം 35. സഭാപ്രസംഗകൻ സൂര്യന് കീഴേ ചെയ്ത അധ്വാനങ്ങളെ വെറുത്തതിന്റെ പ്രധാന കാരണം എന്ത്? ഉത്തരം അതിന്റെ ഫലം പിൻഗാമിക്ക് വിട്ടുപോകേണ്ടിയിരുന്നു. ചോദ്യം 36. തന്റെ അധ്വാനത്തിന്റെ ഫലം ആർക്കാണ് വിട്ടുപോകേണ്ടി വരുന്നത്? ഉത്തരം പിൻഗാമിക്ക്. ചോദ്യം 37. പിൻഗാമി എങ്ങനെയായാലും സഭാപ്രസംഗകൻ ബുദ്ധിപൂർവ്വം പ്രയത്നിച്ചതിന്റെ ഫലത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം പിൻഗാമിയുടെ അധീനതയിലാകും. ചോദ്യം 38. സഭാപ്രസംഗകൻ മനസ്സുകെട്ട് പിന്മാറിയത് എന്തിൽ നിന്നാണ്? ഉത്തരം സൂര്യന് കീഴെയുള്ള എല്ലാ പ്രയത്നങ്ങളിൽ നിന്നും. ചോദ്യം 39. സ്വയം അശേഷം അധ്വാനിക്കാത്തവൻ അവസാനം എന്തു ചെയ്യുന്നു? ഉത്തരം അധ്വാനിച്ചുണ്ടാക്കിയവ ആസ്വദിക്കുന്നു. ചോദ്യം 40. സൂര്യന് കീഴിലുള്ള കഠിനാധ്വാനവും മനക്ലേശവും കൊണ്ട് മനുഷ്യൻ എന്തു നേട്ടമെന്ന ചോദ്യം ഏതു വാക്യത്തിലാണ്? ഉത്തരം സഭാപ്രസംഗകൻ 2:22. ചോദ്യം 41. സഭാപ്രസംഗകന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ ദിനങ്ങൾ എങ്ങനെയുള്ളതാണ്? ഉത്തരം വേദന നിറഞ്ഞത്. ചോദ്യം 42. അധ്വാനത്തിന് ശേഷം രാത്രിയിലും മനുഷ്യന്റെ മനസ്സിന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം സ്വസ്ഥതയില്ല. ചോദ്യം 43. പൂരിപ്പിക്കുക. ദൈവത്തിൽ നിന്നകന്ന് ഡാഷ് ആർക്കാണ് കഴിയുക? ഉത്തരം ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ. ചോദ്യം 44. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം നൽകുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ജ്ഞാനം, അറിവ്, ആനന്ദം. ചോദ്യം 45. പാപിക്ക് ദൈവം നൽകുന്ന ജോലി എന്താണെന്നാണ് സഭാപ്രസംഗകൻ 2:26 പറയുന്നത്? ഉത്തരം അവിടുത്തെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടുക. ചോദ്യം 46. പാപി ധനം ശേഖരിച്ചു കൂട്ടുന്നത് ആരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? ഉത്തരം ദൈവത്തെ. ചോദ്യം 47. സഭാപ്രസംഗകൻ പാപിയുടെ ധനം ശേഖരിക്കുന്ന ജോലിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഉത്തരം മിഥ്യയും പാഴ്വേലയും. ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.